ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അഡ്രിനൽ ഗ്ലാൻഡിനെ പറ്റിയിട്ടാണ് കേട്ടോ. അഡ്രിനൽ ഗ്ലാൻഡ്, വി ഹാവ് എ പെയർ ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ കിഡ്നി. ഏതാ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്? ഈ കിഡ്നിയുടെ ആൻറ്റീരിയർ പോർഷനിലിരിക്കുന്ന ആ രണ്ട് ഗ്ലാൻഡ്സിനെയാണ് നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. So that is because it is present in the anterior part of the kidney, we will call this as suprarenal glands. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ suprarenal glands എന്ന് വിളിക്കും. So here, this adrenal gland, it has two parts, that is adrenal cortex and adrenal medulla. Adrenal cortex എന്ന് പറയുന്ന പെരിഫറൽ റീജിയനും adrenal medulla എന്ന് പറയുന്ന ഇന്നർ റീജിയനും ഉണ്ട് adrenal glandന്. ഇത് രണ്ടും ഒറിജിനേറ്റ് ചെയ്തേക്കുന്ന രണ്ട് ജെർമിനൽ ലെയറിൽ നിന്നാണ്. അതായത് എംബ്രിയോന്റെ രണ്ട് ഡിഫറെന്റ് ജെർമിനൽ ലെയറിൽ നിന്നാണ് അഡ്രിനൽ കോർട്ടെക്സും അഡ്രിനൽ മെഡുല്ലയും ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അഡ്രിനൽ കോർട്ടെക്സ് ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ മീസോഡം ലെയറിൽ നിന്നാണ് അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ മെഡുല്ല റീജിയൻ ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ എക്ടോഡം ലെയർ ഫ്രം വേർ ദ അഡ്രിനൽ മെഡുല്ല ഹാസ് ബീൻ ഒറിജിനേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് കിഡ്നിയുടെയും ആൻറ്റീരിയർ പാർട്ടിൽ അല്ലെങ്കിൽ അതിന്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സുപ്രാറീനൽ ഗ്ലാൻസ് എന്ന് പറയും. അതേപോലെ these glands it has two parts, that is adrenal cortex and adrenal medulla. Cortex is originated from the mesoderm and medulla is originated from the ectoderm. Okay, now we will see the adrenal cortex. First നമുക്ക് adrenal cortex നോക്കാം കേട്ടോ. Adrenal cortex എന്ന് പറയുന്നത് it will secrete the hormone called as corticoids. കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന പോർഷൻ ആണ് അഡ്രിനൽ കോർട്ടെക്സ്. അഡ്രിനൽ കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് കോർട്ടിക്കോയിഡ്സ്. ലിപ്പിഡ് നേച്ചറുള്ള ഹോർമോൺസ് ആണ് ഈ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ലിപ്പിഡ് നേച്ചറുള്ള ഹോർമോൺസ് ആണ് കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. Now we can see the different layers of cells present in the adrenal cortex. Adrenal cortex ൽ പല ലെയർ സെൽസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. That include zona reticularis, that is the innermost layer of the adrenal cortex. Adrenal cortex ന്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയർ ഏതാണ്? സോണ റെറ്റിക്കുലാരിസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡിൽ ലെയറിൽ കാണുന്നതാണ് സോണ ഫെസിക്കുലേറ്റ. Middle layer it consists of zona fasciculata. Outer layer it consists of zona glomerulosa. Okay, so ഏറ്റവും ഇന്നറിൽ കാണുന്ന zona reticularis, middle layer it is zona fasciculata and outer layer it is zona glomerulosa. ഇനി ഈ ഓരോ ലെയർ സെൽസും ഓരോ തരത്തിലുള്ള ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. So here the zona reticularis inner layer it secrete the hormone that is sex corticoids. Sex corticoids നെ സെക്രീറ്റ് ചെയ്യുന്ന അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഭാഗമാണ് സോണ റെറ്റിക്കുലാരിസ് ഇന്നർമോസ്റ്റ് ലെയർ. അപ്പോൾ നമ്മൾ സെക്സ് കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത് വേറൊന്നല്ല, ആൻഡ്രോസ്റ്റിനീഡിയോൺ ഓർ ആൻഡ്രോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഇങ്ങനത്തെ ഹോർമോൺസ് ഒക്കെ നമ്മുടെ ഓവറിൽ നിന്നും ടെസ്റ്റിസിൽ നിന്നും അല്ലാതെ സെക്രീറ്റ് ചെയ്യുന്നത് അഡ്രിനൽ കോർട്ടെക്സിന്റെ സോണ റെറ്റിക്കുലാരിസ് ലെയറിൽ നിന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽ ദ മെയിൽ ക്യാരക്ടർ ക്യാൻ ബി എക്സ്പ്രസ്ഡ്. മെയിൽ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് മെയിൽ ദ ഫീമെയിൽ ക്യാരക്ടർ ഓൾസോ ക്യാൻ ബി എക്സ്പ്രസ്ഡ്. കാരണം എന്താ, അവർക്ക് ഈ അഡ്രിനൽ കോർട്ടെക്സിൽ നിന്ന് സോണ റെറ്റിക്കുലാരിസ് ലെയറിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന സെക്സ് കോർട്ടിക്കോയിഡ്സിന്റെ അളവ് ഒരു പരിധി കൂടുതലാണെങ്കിൽ അതൊരു ബാലൻസ്ഡ് ലെവലിൽ നിൽക്കണം. അതിൽ കൂടുതലാണെങ്കിൽ എന്താണ്, ഏത് ഹോർമോൺ ആണോ കൂടുതലുള്ളത് അതനുസരിച്ച് അവർ സ്ത്രൈണ സ്വഭാവമോ അല്ലെങ്കിൽ പുരുഷ സ്വഭാവമോ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഹിയർ ദ സെക്സ് കോർട്ടിക്കോയിഡ്സ് ഇറ്റ് ഇൻക്ലൂഡ് ആൻഡ്രോസ്റ്റിനീഡിയോൺ ഓർ ആൻഡ്രോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. The slight amount of these all hormones are secreted from the adrenal cortex, and we can see this will express the secondary sexual characters. It express the secondary sexual characters. And the secondary sexual characters എന്ന് പറയുന്ന മെയിലിലും ഫീമെയിലിലും കാണുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ, അതായത് മെയിലാന്ന് നമുക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ അവരെ ബോഡിയിൽ എക്സ്പ്രസ് ചെയ്ത് കാണുന്ന കുറെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആസ് മൊസ്റ്റാച്ച്, ബിയേർഡ്, അതേപോലെ തന്നെ മസ്കുലാർ ഡെവലപ്മെന്റ്. ദീസ് ഓൾ ആർ ദ മെയിൽ ക്യാരക്ടർ. ഫീമെയിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവർക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഇറ്റ് occurs, as well as their voice it will be high pitch voice. അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും ഫീമെയിൽ ക്യാരക്ടേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുക. സോ അങ്ങനത്തെ മെയിലിന് ഫീമെയിൽ ക്യാരക്ടറും ഫീമെയിലിന് മെയിൽ ക്യാരക്ടറും വരാനുള്ള ഒരു കാരണം, ഈവൻ ദോ ദേ ഡു നോട്ട് ഹാവ് ദ ഓപ്പോസിറ്റ് പ്രൈമറി സെക്സ് ഓർഗൻ. ഓപ്പോസിറ്റ് പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് എന്താ, മെയിലിന് ഓവറി ഉണ്ടാവില്ല, ഫീമെയിലിന് ടെസ്റ്റിസും ഉണ്ടാവില്ല. പക്ഷെ
പക്ഷേ കുറച്ച് ഈ ആൻഡ്രോജൻ്റെയും ഈസ്ട്രോജൻ്റെ ഒക്കെ സെക്രീഷൻ അഡ്രിനൽ കോർട്ടക്സിൽ നിന്നുണ്ടാവും. അത് കൂടിപ്പോയാൽ എന്ത് പറ്റും? അവർ നേരെ ഓപ്പോസിറ്റ് സെക്സിന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കാണിക്കും. സോ ഹിയർ ദ excess production of this one, that may be due to some cancerous growth in the zona reticularis, or due to some other hormonal imbalance also it can occur. Okay, appo angane undavuna excessive secretion, it cause virilism in female ennu parna male characters in female, and gynecomastia in male, that is nothing but the female characters in male will be developed. Excessive secretion of this sex corticoids, it cause virilism in male and virilism in female and gynecomastia in male. Okay, so this is clear. അഡ്രിനൽ കോർട്ടക്സിന്റെ ഏറ്റവും അകത്തുള്ള ഭാഗമാണ് സോണ റെറ്റിക്കുലാരിസ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് സെക്സ് കോർട്ടിക്കോയിഡ്സ്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും അതുപോലെ ആൻഡ്രോസ്റ്റിനീഡിയോണും ആൻഡ്രോജനും ഒക്കെയാണ് ഇവരെ ഹോർമോൺസ് എന്ന് പറയുന്നത്. അത് കൂടുതലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് വിറിലിസം ഇൻ മെയിൽ ആൻഡ് ഇൻ ഫീമെയിൽ ആൻഡ് ഗൈനക്കോമാസ്റ്റിയ ഇൻ male. Now the next layer, it is, see, this is stimulated by adrenocorticotropic hormone. Okay, adrenocorticotropic hormone ആണ് സോണ റെറ്റിക്കുലാരിസിന്റെ എന്നുള്ള സെക്സ് കോർട്ടിക്കോയിഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. Now the next hormone, it is zona fasciculata. Zona fasciculata, it is nothing but the middle layer of the adrenal cortex. Adrenal cortexന്റെ middle ലെയറിനെയാണ് നമ്മൾ സോണ ഫെസിക്കുലേറ്റ എന്ന് പറയുന്നത്. സോണ ഫെസിക്കുലേറ്റ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. Glucocorticoids, it is secreted by the stimulation of adrenocorticotropic hormone. Adrenocorticotropic hormone stimulation അനുസരിച്ചിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കോർട്ടിസോൾ എന്ന് പറയുന്നത് കേട്ടോ. See, glucocorticoids, the best example is cortisol, and we can see the major function of this one is it is involved in carbohydrate metabolism. Carbohydrate metabolism involved ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ക്യാൻ സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോണിയോജനസിസ്. ഗ്ലൂക്കോണിയോജനസിസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൂക്കോസ് ഫോർമേഷൻ ഫ്രം ദ ഫാറ്റ് ആസ് വെൽ ആസ് അമിനോ ആസിഡ്. അമിനോ ആസിഡ് എന്നും ഫാറ്റിൽ നിന്നും ഒക്കെ ഗ്ലൂക്കോസിന്റെ ലെവല് കുറയുമ്പോൾ ആ ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്ലൂക്കോണിയോജനസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോണിയോജനസിസ്, ഇറ്റ് സ്റ്റിമുലേറ്റ് ലിപ്പോലൈസിസ്. എന്താ ലിപ്പോലൈസിസ് എന്ന് പറഞ്ഞാൽ? ലിപ്പിഡ് മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലിപ്പോലൈസിസ് എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് പ്രൊമോട്ട് പ്രോട്ടിയോലൈസിസ്. പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോട്ടിയോലൈസിസ് എന്ന് പറയുന്നത്. It inhibits the cellular intake of amino acid. Amino acid cellular intake കുറയ്ക്കും. ആ അമിനോ ആസിഡിനെ യൂസ് ചെയ്ത് ഗ്ലൂക്കോസ് മോളിക്യൂൾ സിന്തസൈസ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ഹോർമോൺ ആണ് കേട്ടോ. സെല്ലുലാർ ഇൻടേക്ക് ഓർ സെല്ലുലാർ യൂട്ടിലൈസേഷൻ ഓഫ് അമിനോ ആസിഡ് വിൽ ബി റിഡ്യൂസ്ഡ് ബിക്കോസ് ഓഫ് glucocorticoids. Now we can see it maintain the cardiovascular system and kidney function. Cardiovascular system അതുപോലെ കിഡ്നി ഫംഗ്ഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഈ പറയുന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഓർ കോർട്ടിസോൾ. ആൻഡ് വി ക്യാൻ see it produces an anti-inflammatory reaction. അതായത് ഈ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ. ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും റിപ്പയറി വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ബ്ലഡ് വെസൽസ് ഒരുപാട് ബ്ലഡ് കൊണ്ടുവരികയും ആ ഒരു ഭാഗം നമുക്ക് സ്വെല്ലിംഗ് പോലെ വരികയും അതേപോലെ ആ ഒരു ഭാഗത്തിന് വല്ലാതെ പെയിൻ വരികയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ ആ നീരൊന്ന് കുറഞ്ഞു മരുന്ന് കഴിച്ചപ്പോൾ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആ നീര് കെട്ടുന്നതിനെ കുറയ്ക്കുന്ന ആളാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് സ്റ്റിമുലേറ്റ് RBC പ്രൊഡക്ഷൻ. RBC പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ആർക്ക്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്. Now we can see this due to the less secretion of this glucocorticoids, it lead to a disease called as Addison's disease. See, Addison's disease എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, see, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും മിനറലോകോർട്ടിക്കോയിഡ്സിന്റെ കുറവ് കൊണ്ടും ഉണ്ടാവും കേട്ടോ Addison's disease. Addison's disease, that is due to the less secretion of this or hyposecretion of this glucocorticoids and mineralocorticoid. Mineralocorticoid നമ്മൾ പഠിക്കാൻ പോകുന്നല്ലോ. അപ്പം നമ്മൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് പറയാം. So
It is due to the hyposecretion of adrenal cortex middle layer and outer layer, that is glucocorticoid and mineralocorticoid, that occurs due to ഇത് കുറച്ച് ഇങ്ങനെ കുറച്ച് സെക്രീഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സോണ ഫെസിക്കുലേറ്റ അതുപോലെ സോണ ഗ്ലോമറുലോസ ലെയർ ഒക്കെ അതിനകത്തെ സെൽസിന്റെ നമ്പർ കുറഞ്ഞു പോവാം ഇഫ് വി ആർ ഫേസിങ് സം ഇൻഫെക്ഷ്യസ് ഡിസീസസ് ലൈക്ക് ടി ബി ഒക്കെ ഉള്ള ആളുകളിൽ അത് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഡിസീസാണ് ഈ പറയുന്ന ആഡിസൺസ് ഡിസീസ്. ഇനി അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കോ. സീ ഹിയർ ദ എക്സസീവ് ലോസ് ഓഫ് സോഡിയത്തിന്റെ ലോസ് കൂടും, ക്ലോറൈഡിന്റെ ലോസ് കൂടും, അതുപോലെ ബൈകാർബണേറ്റിന്റെ ലോസ് കൂടും, വാട്ടർ ലോസും കൂടും. ഓക്കെ, സോ ഹിയർ ദ എക്സസീവ് ലോസ് ഓഫ് സോഡിയം, bicarbonate, chloride and water molecule, it occurs. And we can see in blood potassium level will be accumulated. Potassium കുറേ കൂടുതലാവും നമ്മുടെ ബ്ലഡിന്റെ ഉള്ളിൽ. അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് ബ്രോൺസ് കളർ പിഗ്മെന്റേഷൻ ഓൺ സ്കിന്നിലൊക്കെ ഡാർക്ക് ബ്രോൺസ് കളർ പിഗ്മെന്റേഷൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇറ്റ് ഡിക്രീസസ് ദ റെസിസ്റ്റൻസ് ടുവേർഡ്സ് ഇൻഫെക്ഷന് എതിരെയുള്ള റെസിസ്റ്റൻസിനെ ഡിക്രീസ് ചെയ്യും ഇഫ് ദിസ് glucocorticoid and mineralocorticoid if it is reducing in our blood. Adipole the blood pressure, it will be reduced. Blood pressure reduce avum. Adipole weakness, anemia, vomiting, diarrhea, these all are, as well as the body of that particular patient, it will become weak. Okay, so these are the different symptoms of this Addison's disease. ഇപ്പോൾ Addison's disease ഒന്നും കൂടി കുറച്ചും കൂടി ക്ലിയർ ആവും നമ്മൾ ഈ ഒരു പോർഷൻ പറയുമ്പോൾ. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ഹൈപ്പോസെക്രീഷൻ ഓഫ് ദിസ് വൺ ഇറ്റ് വിൽ ലീഡ് ടു Addison's disease. Addison's disease കാണിക്കുന്ന സിംറ്റംസ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ അതിന്റെ ഫംഗ്ഷനും കൂടെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോണിയോജനസിസ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്താ ഗ്ലൂക്കോസ് ഫോർമേഷൻ കൂടും, അതുപോലെ ലിപ്പോലൈസിസ് ലിപ്പിഡിന്റെ ഡൈജഷൻ കൂടും, പ്രോട്ടീൻ്റെ ഡൈജഷൻ കൂടും, അതുപോലെ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് അമിനോ ആസിഡ് വിൽ ബി റെഡ്യൂസ്ഡ്, അതുപോലെ കാർഡിയോവാസ്കുലർ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യും, RBC പ്രൊഡക്ഷൻ കൂട്ടും, കിഡ്നി ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യും, അതുപോലെ പ്രൊഡ്യൂസ് ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ, വെറുതെ ആവശ്യമില്ലാത്ത ഇൻഫ്ലമേഷൻസ് ഒന്നും ഉണ്ടാവാതെ നോക്കും. ഇതൊക്കെയാണ് ഈ പറയുന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ അതിന്റെ ഹൈപ്പോസെക്രീഷൻ കൊണ്ടുണ്ടാകുന്ന Addison's disease എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഉണ്ടാക്കുന്ന സെൽസിന്റെ നമ്പർ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ്. ഇതിന്റെ സിംറ്റംസ് ഞാൻ ഒന്നും കൂടി ഇവിടെ പറഞ്ഞുതരാം. Now next one, it is hypersecretion of this particular disease, that is called as Cushing syndrome. Okay, hypersecretion of this one, it produces Cushing syndrome. See, it is due to hypersecretion of certain cortisol as this glucocorticoids. Okay, cortisolന്റെ അല്ലെങ്കിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ എക്സസ് സെക്രീഷൻ കൊണ്ടുണ്ടാകുന്നതാണ് കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the sugar level in blood, it will be increased. ബ്ലഡിനകത്ത് ഷുഗർ ലെവൽ എങ്ങനെയായിരിക്കും കൂടുതലാവും. കാരണം എന്താ, ഇത് ദിസ് വൺ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഗ്ലൂക്കോണിയോജനസിസ് എന്ന് പറഞ്ഞിട്ടില്ലേ, ഗ്ലൂക്കോസ് ഫോർമേഷൻ നടക്കും. അപ്പൊ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ഗ്ലൂക്കോസ് ഫോർമേഷൻ നടക്കും. സോ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ഷുഗർ ലെവൽ ഇൻ ബ്ലഡ്, ലോസ് ഓഫ് ഷുഗർ ഇൻ യൂറിൻ. ഒരുപാട് ഷുഗർ നമ്മുടെ ബ്ലഡിനകത്ത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷുഗർ യൂറിനിൽ കൂടെ എലിമിനേറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഇറ്റ് റൈസ് ഇൻ ബ്ലഡ് വോളിയം ഇൻക്രീസ് ആവാനുള്ള കാരണമാവും ഷുഗർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കോർട്ടിസോള് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ബ്ലഡ് വോളിയം ക്യാൻ ബി ഇൻക്രീസ്ഡ്, ബ്ലഡ് വോളിയം ഇൻക്രീസ് ആവും. അതേപോലെ ഹൈ ബ്ലഡ് പ്രഷർ ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ്, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആവും. അതുപോലെ സോഡിയം പൊട്ടാഷ്യം ലെവൽ ഇറ്റ് വിൽ ബി കോൺസെൻട്രേഷൻ പ്ലാസ്മ ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ്. സോ ഇറ്റ് ലീഡ് ടു അബ്നോർമൽ ഒബിസിറ്റി ഒക്കെ ഉണ്ടാവാൻ കാരണവും ഈ പറയുന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്
corticoids അല്ലെങ്കിൽ cortisolന്റെ extra production കൊണ്ട്. അതാണ് hyper secretion അല്ലെങ്കിൽ Cushing syndrome എന്ന് പറയുന്നത്. Cushing syndrome, this is due to hyper secretion of glucocorticoid. Glucocorticoidന്റെ hyper secretion കൊണ്ടുണ്ടാകുന്നതാണ് ഈ Cushing syndrome. അവിടെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട്, BP കൂടാൻ ചാൻസ് ഉണ്ട്, സോഡിയം പൊട്ടാഷ്യം ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ വാട്ടർ അക്യുമുലേഷൻ ഇൻ ബിറ്റ്വീൻ ദ ടിഷ്യൂസ് ഇറ്റ് ലീഡ് ആൻഡ് വി ക്യാൻ സി ഇറ്റ് ലീഡ് ടു ഓയിഡിമ. അതായത് ഇങ്ങനെ സ്വെല്ലിംഗ് പോലെ, അതായത് ഇങ്ങനെ ഒബിസിറ്റി പോലെ, നമുക്ക് ഒരുപാട് ഫാറ്റ് വന്ന് നിറഞ്ഞ പോലെ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെയൊക്കെ ഓവർ പ്രൊഡക്ഷൻ കൊണ്ട് കേട്ടോ. Now next layer it is zona glomerulosa. Zona glomerulosa is the outermost layer also. Outermost layer of the adrenal cortex, and we can see it secretes mineralocorticoids, and this is stimulated by Rask mechanism. This adrenocorticotropic hormone stimulate ചെയ്യുന്നല്ല, this is stimulated by Rask mechanism. എന്താ Rask mechanism എന്ന് വെച്ചാൽ renin, angiotensin, aldosterone mechanism. It is Rask mechanism. Okay, so here Rask mechanism, it originates from kidney no originate ചെയ്യുന്നതാണ് Rask mechanism എന്ന് പറയുന്നത്. So here the mineralocorticoids are secreted from the zona glomerulosa. The best mineralocorticoid is aldosterone. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ this will act on the kidney tubule. Okay, so here it will help in reabsorption of sodium, water, and excretion of potassium and phosphate. See here, sodium, water, and reabsorption that occurs in the distal convoluted tubule, and it will help in excretion of potassium and phosphate. And we can see it maintain the electrolyte, body fluid volume, osmotic pressure, and blood pressure. Osmotic pressure maintain ചെയ്യാനും blood pressure maintain ചെയ്യാനും അതുപോലെ ഇലക്ട്രോലൈറ്റിന്റെ ബോഡി ഫ്ലൂയിഡിന്റെ ഒക്കെ വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മിനറലോകോർട്ടിക്കോയിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹിയർ വി ക്യാൻ സി ദ ഹൈപ്പോസെക്രീഷൻ ഓഫ് ദിസ് വൺ, ഇറ്റ് പ്രൊഡ്യൂസസ് അഡിസൻസ് ഡിസീസ്, ആൻഡ് ഹൈപ്പർ സെക്രീഷൻ ഇറ്റ് കോസ് കോൺസ് ഡിസീസ്. നമ്മൾ അഡിസൻസ് ഡിസീസ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അഡിസൻസ് ഡിസീസിന്റെ സിംറ്റംസ് നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? അഡിസൻസ് ഡിസീസ് it cause excessive loss of sodium, it causes excessive loss of water, it causes excessive loss of chloride, HCO3 minus, and it causes the accumulation of potassium. അത് കുറച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലോസ് കൂടും. കാരണം എന്താ, ഇതിനെയൊക്കെ റീഅബ്സോർബ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും മിനറലോകോർട്ടിക്കോയിഡ്സും കൂടിയിട്ടാണ്. അതേപോലെ തന്നെ പൊട്ടാഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും എക്സ്ക്രീഷൻ വരും, അത് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ബ്രോൺസ് coloration in the skin, it occurs due to this particular hormones level when it is decreasing. അതേപോലെ തന്നെ it will decrease the resistance towards the infection. എതിരെയുള്ള ആ റെസിസ്റ്റൻസ്, നമ്മുടെ ബോഡിയുടെ റെസിസ്റ്റൻസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ബ്ലഡ് പ്രഷർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ, സോഡിയം വെള്ളം കൂടെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുമ്പോഴാണ് ബ്ലഡ് പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കുറയാനുള്ള ചാൻസ് എന്തിനുണ്ട്? ഈ പറയുന്ന ഹൈപ്പോസെക്രീഷൻ ഓഫ് ദിസ് മിനറലോകോർട്ടിക്കോയിഡ് ആൻഡ് glucocorticoid we can see. And we can say the next symptom, that is weakness ഉണ്ടാവും. കാരണം എന്താ, ബ്ലഡ് പ്രഷർ കുറവാകും, ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യും, വോമിറ്റിംഗ് ഉണ്ടാവും, അനീമിയ ഉണ്ടാവും. കാരണം എന്താ, RBC production it occurs due to this glucocorticoids hormone അല്ലേ. ആൻഡ് ബോഡി weakness ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് if these two hormones are less in our blood. Now next one, it is the hypersecretion of this hormone, that is Conn's disease. Next one, it is Conn's disease. Okay, the Conn's disease, it is seen as a result of hypersecretion of mineralocorticoid. മിനറലോകോർട്ടിക്കോയിഡിന്റെ ഹൈപ്പർസെക്രേഷൻ കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് Conn's disease എന്ന് പറയുന്നത്. വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ദിസ് Conn's disease we will see. ഓക്കെ, എന്തൊക്കെയാണ് Conn's diseaseന്റെ സിംറ്റംസ് വന്നിട്ട്?
See here, Conn's disease, due to this, we can see the sodium along with the chlorine and water, it will be extracellular fluid which is present in this, it will be more. അതായത് കോൺസ് ഡിസീസ് എന്ന് പറയുന്ന കോൺ സിൻഡ്രോം എന്ന് പറയുന്നത് നമുക്കറിയാം, ദിസ് മിനറലോകോർട്ടിക്കോയിഡ്സിന്റെ ഫംഗ്ഷൻ റീനൽ ട്യൂബ്യൂളിൽ നിന്ന് സോഡിയവും വാട്ടറും അബ്സോർബ് ചെയ്യാനാണ്. സോ സോഡിയം ആൻഡ് വാട്ടർ വിൽ ബി അബ്സോർബ്ഡ് ഇൻ വെരി ഹൈ ക്വാണ്ടിറ്റി ആൻഡ് the excretion of potassium and phosphate also occur in large quantity. അതുപോലെ ബോഡിയുടെ fluid volume, it will be increased. അതുപോലെ osmotic pressure will be increased, the BP will be increased. These all will be increased due to this hypersecretion of this mineralocorticoid, and we can see this lead to oedema. Oedema എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. That lead to oedema. That is the symptoms of Conn's syndrome. Okay, Conn's syndrome, that is due to hypersecretion of mineralocorticoid. Conn's syndrome, it is due to hypersecretion of mineralocorticoids. അപ്പോൾ അഡ്രിനൽ കോർട്ടെക്സിന്റെ സെക്രീഷൻ എന്ന് പറയുന്നത് സോണ റെറ്റിക്കുലാരിസ് ഇന്നർ ലെയറിൽ നിന്നുള്ള സെക്സ് കോർട്ടിക്കോയിഡ്സും മിഡിൽ ലെയർ സോണ ഫെസിക്കുലേറ്റ എന്നുള്ള ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും സോണ ഗ്ലോമറുലോസ ഔട്ടർ ലെയറിൽ നിന്നുള്ള മിനറലോകോർട്ടിക്കോയിഡ്സിന്റെ സെക്രീഷൻ ആണ്. ഓക്കെ, this aldosterone secretion, it is maintained by Rask mechanism. Rask mechanism originate ചെയ്യുന്നത് കിഡ്നിയിൽ നിന്നാണ് കേട്ടോ. Rask mechanism is nothing but renin angiotensin aldosterone system. Renin angiotensin aldosterone system is the Rask mechanism. അവിടെ ഈ ആൽഡോസ്റ്റിറോൺ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ ഫ്ലൂയിഡ് കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റീനൽ ട്യൂബ്യൂളിലാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ റീഅബ്സോർബ് സോഡിയം, വാട്ടർ, സെക്രീറ്റ് പൊട്ടാഷ്യം ഫോസ്ഫേറ്റ്, മെയിൻറ്റെയിൻ ദ ഇലക്ട്രോലൈറ്റ് in our body fluid volume will be maintained, osmotic pressure will be maintained, and BP also will be maintained. Its hyposecretion lead to Addison's disease and hypersecretion lead to the Conn's disease, Conn's syndrome. ഈ Conn's syndrome, Cushing syndrome, Addison's disease, ഇതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തുകൊണ്ടാണെന്നേ ചോദിക്കാറുള്ളൂ, ഒരുപാട് സിംറ്റംസ് ഒന്നും ചോദിക്കാറില്ല. പിന്നെ സിംറ്റംസ് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫങ്ഷൻസ് ക്ലിയർ ആയിട്ട് അറിയാന്നുണ്ടെങ്കിൽ സിംറ്റംസ് എഴുതാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് അല്ലെങ്കിൽ അതിന്റെ ഓവർ ഫങ്ഷനിങ് കൊണ്ടുണ്ടാകുന്ന സിംറ്റംസ് കേട്ടോ. Now the next part of this adrenal gland is adrenal medulla. ഇനി അതിന്റെ അടുത്ത adrenal glandന്റെ അടുത്ത പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, that is adrenal medulla. Adrenal medulla, it is originated from the ectoderm, right? Now we will see the glandular cells which is present in the adrenal medulla, that we will call as chromaffin cells. Okay, the glandular cells present in adrenal medulla, ക്രോമാഫിൻ സെൽസ് ആണ് അഡ്രിനൽ മെഡുല്ലയുടെ ഗ്ലാൻഡുലാർ സെൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ മേജർ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ ആണ്. അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ ആർ ദ മേജർ സെക്രീഷൻ ഓഫ് അഡ്രിനൽ മെഡുല്ല. ഈ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഏത് ഗ്രൂപ്പിൽ വരുന്ന ഹോർമോൺ ആണെന്ന് ചോദിച്ചാൽ ദേ ആർ കാറ്റക്കോളമൈൻസ്. കാറ്റക്കോളമൈൻസിൽ വരുന്ന ഹോർമോണാണ്. അഡ്രിനാലിൻ ഇറ്റ് ഈസ് ആൻ എമർജൻസി ഹോർമോൺ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ബോഡീനെ ആ എമർജൻസി കണ്ടീഷനുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനോട് എന്താ പറയുക ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയുടെ ഒരു തയ്യാറെടുപ്പാണ് അഡ്രിനാൽ ഹോർമോണിന്റെ സെക്രീഷൻ അല്ലെങ്കിൽ അഡ്രിനാലിന്റെ സെക്രീഷൻ കേട്ടോ. ഈ അഡ്രിനാലിൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇറ്റ് ഗിവ്സ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്.
ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ വി ക്യാൻ സേ ദിസ് ഈസ് ആൻ എമർജൻസി ഹോർമോൺ. ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വെൻ വി ആർ ഗെറ്റിംഗ് ഫിയർ ഓർ ഇൻ ആൻ എമർജൻസി കണ്ടീഷൻ, വാട്ട് ഹാപ്പൻ ടു അസ് നോർമലി, നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് പെട്ടെന്ന് ബീറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അതേപോലെ നമ്മൾ ഒരു സാധനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പർട്ടിക്കുലർ സബ്സ്റ്റൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, നമ്മുടെ പീപ്പിൾ ഡയലേറ്റ് ചെയ്തു പോകും. അതായത് നമ്മുടെ ആ കണ്ണിന്റെ ഏറ്റവും സെന്ററിൽ കാണുന്ന ആ ഒരു കറുത്ത പൊട്ടുണ്ടല്ലോ, ഏറ്റവും സെന്ററിൽ കാണുന്നത് ആ ഐറിസ് കൺട്രോൾ ചെയ്യുന്ന പീപ്പിളിന്റെ ഭാഗം, ആ പീപ്പിൾ വന്നിട്ട് ഡയലേറ്റ് ചെയ്യും. അത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ നമുക്ക് കാണാൻ പറ്റും ഈ ഹെയർസ് ഒക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ. അതേപോലെ നമുക്ക് കാണാം ദ ബ്രീത്ത് റേറ്റ് ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ് ബിക്കോസ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ദിസ് ഹോർമോൺ അഡ്രിനാലിൻ. അതെന്താണെന്ന് വെച്ചാൽ, എമർജൻസി കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബോഡീനെ എന്ത് എമർജൻസി ആണെങ്കിലും അതുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, അതുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ അഡ്രിനാലിൻ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും അപ്പോൾ ഒന്നുപോലെ നമുക്ക് ആ എമർജൻസി കണ്ടീഷനിൽ ചിലപ്പോൾ ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരിക്കും ചെയ്യേണ്ടത്. എന്താണെങ്കിലും നമുക്ക് മസിലിനാണ് പവർ വേണ്ടത്. സോ വാട്ട് ഹാപ്പൻ, ദ റെസ്പിറേഷൻ റേറ്റ് ഇറ്റ് വിൽ ബിക്കം വെരി ഫാസ്റ്റ്. റെസ്പിറേഷൻ റേറ്റ് ഫാസ്റ്റ് ആവണമെങ്കിൽ എന്ത് വേണം, കൂടുതൽ ഓക്സിജൻ വേണം. ഓക്സിജൻ വേണമെങ്കിൽ എന്താ, നമ്മൾ പെട്ടെന്ന് ബ്രീത്ത് ചെയ്യണം. അതേപോലെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ ഇറ്റ് ഹാസ് ടു ബി റീച്ച് ടു ഈച്ച് മസിൽ സെൽ. മസിൽ സെല്ലിലേക്ക് കുറേ അത് കൊണ്ടു കൊടുക്കണം. മസിൽ സെല്ലിലേക്ക് കൊണ്ടു കൊടുക്കണമെങ്കിൽ എന്ത് വേണം, ഈ ഹാർട്ടിന്റെ പമ്പിങ് വളരെ ഫാസ്റ്റ് ആവണം. ഹാർട്ടിന്റെ പമ്പിങ് ഫാസ്റ്റ് ആവും, ഡീപ്പ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓക്സിജന്റെ സപ്ലൈ വളരെ ഫാസ്റ്റ് ആവും, റെസ്പിറേഷൻ റേറ്റ് കൂടും. അപ്പൊ അവിടെ നമ്മുടെ ബോഡി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മസിൽ സെൽസിലേക്കുള്ള എനർജി സപ്ലൈ മാത്രമാണ്. അതല്ലാതെ നമ്മുടെ എന്താ പറയാ സ്കിന്നിലേക്കുള്ള ബ്ലഡ് വെസൽസിൽ കൂടെയുള്ള ബ്ലഡ് മൂവ്മെന്റ് അതൊക്കെ കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ഈ ഓരോ രോമവും എഴുന്നേറ്റ് നിൽക്കാനുള്ള കാരണം. അതുപോലെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തൊരു സാധനത്തിൽ നോക്കുക, അതൊക്കെ ആ സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. പീപ്പിൾ ഡയലേഷൻ ആണ് നടക്കുക. കാരണം എന്താ വെച്ചാൽ, നമുക്ക് അന്നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തോ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഒന്നുപോലെ ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണും ഏകദേശം ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്, പക്ഷേ ആ സിറ്റുവേഷൻ വേറെയാണ്. ദിസ് ഓൾസോ ഇൻക്രീസസ് ദ കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടും. പക്ഷെ അവിടെ ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നോർ അഡ്രിനാലിനാണ്. അത് എമർജൻസി സിറ്റുവേഷൻ അല്ല. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, കുറേ നേരം എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടാവും അല്ലെ. ഒരുപാട് പ്രാവശ്യം നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ റിക്വയർമെന്റ് കൂടുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഓക്സിജൻ റിക്വയർമെന്റ് കൂടുമ്പോൾ ഈ പറയുന്ന ബ്രീത്തിങ് റേറ്റ് കൂടും, അതുപോലെ തന്നെ ഹാർട്ടിന്റെ പമ്പിങ് കൂടും. ഇതിനൊക്കെ വേണ്ടിയിട്ട് നോർ അഡ്രിനാലിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു സിമ്പത്തറ്റിക് ഹോർമോണാണ്. നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു പാരാസിമ്പത്തറ്റിക് ഹോർമോണാണ്. അതായത് സിമ്പത്തറ്റിക് ഹോർമോണും പാരാസിമ്പത്തറ്റിക് ഹോർമോണും എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സിമ്പത്തറ്റിക് ഹോർമോൺ ഇറ്റ് വിൽ ഇൻക്രീസസ് ദ ആക്ടിവിറ്റി, ഇറ്റ് വിൽ സ്പീഡ് അപ്പ് ദ ആക്ടിവിറ്റി, ആൻഡ് പാരാസിമ്പത്തറ്റിക് ഹോർമോൺ ഇറ്റ് വിൽ റീസെറ്റിൽ ബാക്ക് ദാറ്റ് ആക്ടിവിറ്റി, ഇൻക്രീസ് ദ ആക്ടിവിറ്റി ടു നോർമൽ സ്റ്റേജ്. അതായത് ഒന്നിനെ വളരെ ഫാസ്റ്റ് ആക്കി മാറ്റി ഈ സിമ്പത്തറ്റിക് ഹോർമോൺ ഇവിടെ അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ. ആ അഡ്രിനാലിന്റെ എപ്പിനെഫ്രിന്റെയും അല്ലെങ്കിൽ എപ്പിനെഫ്രിന്റെ വർക്ക് കൊണ്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് വളരെ കൂടുതലായത്. അത് അങ്ങനെ തന്നെ ഇരിക്കാൻ പാടില്ല. വെൻ ഇറ്റ് കംസ് ടു ദ നോർമൽ കണ്ടീഷൻ, അതായത് നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് കഴിഞ്ഞു, നമ്മൾ പിന്നീട് നമുക്ക് പേടിയൊന്നുമില്ല, ഓക്കെ എവറിത്തിങ് ഇറ്റ് ഈസ് സെറ്റിൽഡ്. ആ സമയത്ത് നമ്മുടെ ഹാർട്ട് എങ്ങോട്ട് പോകണം, അതിന്റെ പ്രീവിയസ് സ്റ്റേജിലേക്ക്, അതായത് ആ നമ്മുടെ നോർമൽ സ്റ്റേജിലേക്ക് പോകണം. ആ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നതും ആരാണ്, നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് കേട്ടോ. സോ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി വിൽ ബി ഡൺ by this adrenaline and noradrenaline. So adrenaline and noradrenaline are the secretions from the adrenal medulla. Adrenal medulla എന്നുള്ള രണ്ട് സെക്രീഷൻ ആണ്, adrenaline as well as noradrenaline. ഇത് രണ്ടും പെപ്റ്റൈഡ് ഹോർമോൺസ് ആണ് കേട്ടോ. These hormones they are peptide hormone. അതേപോലെ we can see ഈ രണ്ട് ഹോർമോണും ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജന്റെ ബ്രേക്ക് ഡൗണിനെ സഹായിക്കും. കാരണം എന്താ, നമുക്ക് ഒരുപാട് ATP മോളിക്യൂൾ വേണമെന്ന് പറഞ്ഞില്ലേ. ഒരുപാട് ATP മോളിക്യൂൾ വേണമെങ്കിൽ എന്താണ്, ഒരുപാട് ഫുഡ് വേണം. നമ്മൾ ആ സമയത്ത് എമർജൻസി സിറ്റുവേഷനിൽ ഫുഡ് കഴിച്ച് അത് ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്ത് അങ്ങനെയൊന്നുമല്ല.
we are getting the food which is stored inside our body. നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഫുഡ് ഏതാണ്? ഗ്ലൈക്കോജൻ ആണ്. അപ്പോൾ ആ ഗ്ലൈക്കോജനെ ലൈസിസ് ചെയ്തിട്ട് ഗ്ലൈക്കോജനോലൈസിസ് വഴി ഗ്ലൂക്കോസിനെ പുറത്തെടുത്ത് ആ ഗ്ലൂക്കോസിനെ ആയിരിക്കും എന്ത് ചെയ്യുക? റെസ്പിറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ബിക്കോസ് ഓഫ് ദിസ് ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ്. ദേ ഓൾസോ സ്റ്റിമുലേറ്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. ഗ്ലൂക്കോസ് മതിയാവാതെ വരുമ്പോൾ അവർ ഇതിനെ പ്രോട്ടീനെയും അതുപോലെ ലിപ്പിഡിനെയും ഒക്കെ ലൈസിസ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. സോ adrenaline and noradrenaline, these are the two secretions of this adrenal medulla. Okay, and these two hormones are peptide hormone. Adu rendum peptide hormone aanu ട്ടോ. So this is all about the adrenal gland. Now next one which we have to study, that is pancreas, that we will see in the next session.